ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈത്തപ്പഴം പൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈത്തപ്പഴം പൊരി ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കാം, പക്ഷെ അതിൽ നിന്നൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ഈത്തപ്പഴം പൊരിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഏകദേശം 25 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുകളൊക്കെ മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കാം. നല്ലോണം അരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏകദേശം ഈ ഒരു രീതിക്ക് വന്നാൽ മതി. നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ, ഇതാണ് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഈ ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടൺ വെച്ചിട്ട് ഒന്നങ്ങ് കറക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായി ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കും ഇതുണ്ടാവുക. നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ വലിയ ബോൾസിനേക്കാളും നല്ലത് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിരിക്കും. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡിയായി. ഇനി ഇത് കോട്ട് ചെയ്യാനായിട്ട് ഒരു മാവ് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ ഇവിടെ മൈദമാവ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആട്ട വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ 1 കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോഴിമുട്ട ഒഴിവാക്കിയിട്ട് ഒരു നുള്ളു ബേക്കിംഗ് പൗഡർ ഇടുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ അതിലേക്ക് മധുരത്തിന് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കളറിന് വേണ്ടി ഞാൻ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേ ഉള്ളൂ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ 1/2 കപ്പിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഒരല്പം ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാറ്ററിൽ. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബോൾസ് ചേർത്തിട്ട് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഇതിൽ നിന്ന് ബോൾസ് മാറ്റിയിട്ട് എണ്ണയിലേക്ക് എടുത്ത് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എണ്ണ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായിട്ടുള്ള എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്നങ്ങ് കോട്ട് ചെയ്ത് കൊടുക്കുക ഓരോ ബോൾസും. എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ ഇത് കോരി മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഈത്തപ്പഴം തേങ്ങയും കൂടി വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈത്തപ്പഴത്തിൻ്റെ കൂടെ നട്ട്സ്, അഥവാ കാഷ്യൂ നട്ട്സും ബദാമൊക്കെ ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിത് ഗോതമ്പ് മാവിൽ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതിൽ ഓൾ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.